ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വസുമതി, രമ്യ പേര് വിളിച്ചാ മതി, ചേച്ചി എന്നൊന്നും വിളിക്കണ്ട. ഞങ്ങളൊരു ബഹുമാനത്തിന് അങ്ങനെ വിളിച്ചതാ. അതെ, കണ്ടാൽ അറിയാലോ, പ്രായം തീരെ കുറവല്ലേ. നാളെ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് വിളിച്ചോളാം. ഏയ്, മാരേജ് ഒന്നുമല്ല, ഒരു സോറി 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 സോറി. ഓക്കെ അല്ലേ? ഏയ് സാരമില്ല സാരമില്ല. നമ്മൾ തമ്മിൽ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എനിക്ക് നല്ല പരിചയം തോന്നുന്നു. എനിക്കത്ര ഓർമ്മ വരുന്നില്ല. ജയശ്രീയുടെ ഹസ്ബൻഡാണോ? ആ അതെ, ജയശ്രീ അറിയോ? പിന്നെ അതാണ് എനിക്ക് പരിചയം തോന്നിയത്. ഞാൻ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിരുന്നു. ആഹാ, ജയശ്രീ എങ്ങനെയാണ് പരിചയം? ജയശ്രീയും ഞാനും ക്ലാസ്മേറ്റ്സാ. ഓ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു സെലിബ്രിറ്റി ആയിരുന്നു ജയശ്രീ. ഒരുപാട് ആരാധകരും ജയശ്രീക്ക് ഉണ്ടായിരുന്നു. ഓ, ആരാധകര് മാത്രമല്ല, ശത്രുക്കളും. എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന സ്വഭാവം തന്നെയായിരുന്നു ജയശ്രീയുടേത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തു പ്രശ്നത്തിൽ ഇടപെടും. സത്യത്തില് ആ സ്വഭാവം തന്നെയാ ജയശ്രീയുടെ എല്ലാ പ്രശ്നത്തിലും കാരണമായത്. ജയശ്രീയുടെ മരണവിവരം പത്രത്തിലൂടെ അറിഞ്ഞിരുന്നു. പക്ഷേ അവസാന നിമിഷം ഒന്ന് വന്ന് കാണാൻ പറ്റില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോ ജയശ്രീയുടെ മോളെയല്ലേ മഹാദേവന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത്? അല്ല. അല്ലേ? അഷിതന്റെ രണ്ടാമത്തെ മകളാ. ജയശ്രീക്കും എനിക്കും ജനിച്ചതും ഒരു പെൺകുഞ്ഞു തന്നെ, ദുർഗ. ജയശ്രീയുടെ മരണശേഷം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധപ്രകാരം എന്റെ മോൾക്കുകൂടി വേണ്ടിയാ ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചത്. ആ വിവാഹത്തിൽ ജനിച്ച കുഞ്ഞാണ് അഷിത. അവളെയാണ് പൃഥ്വി വിവാഹം കഴിക്കുന്നത്. ഓ, അത് ശരി. അപ്പം ദുർഗയോ? ദുർഗമ്മോടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഇതുവരെ വിവാഹമൊന്നും ആയിട്ടില്ല. ജയശ്രീയെ പോലെ തന്നെയാണ് ദുർഗയും. സ്വന്തം കാര്യങ്ങളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കും. അതുകൊണ്ട് അവൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. പൃഥ്വിയുടെ ആലോചന അഷിതയ്ക്ക് വന്നപ്പോ ദുർഗയുടെ കല്യാണം കഴിഞ്ഞ് നടത്തിയാൽ മതിയെന്ന് ഞാനും എന്റെ അമ്മയും പറഞ്ഞതാ. അപ്പൊ അത് വേണ്ടെന്നും അഷിതയുടെ കല്യാണം നടക്കട്ടെ എന്ന് വാശി പിടിച്ചതും ദുർഗയാ. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ദുർഗയുടെ അമ്മയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സ്വന്തം ഫീസ് അടയ്ക്കാൻ കൊണ്ടുവന്ന പൈസ കൂട്ടുകാരിക്ക് കൊടുത്ത് സഹായിച്ച ആളാണ് ജയശ്രീ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന പകുതി പ്രാധാന്യം സ്വന്തം കാര്യത്തിൽ കൊടുക്കണമെന്ന് പല പ്രാവശ്യം ജയശ്രീ ഉപദേശിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ സംസാരിച്ചു, പേര് പറഞ്ഞില്ല. ഓ ശരിയാ, ഞാൻ ജയരാമൻ. എന്റെ പേര് ദേവരാജൻ. ജയരാമന്റെ മക്കളൊക്കെ? രണ്ടുപേരാ, 2 ആൺമക്കള്. ഒരാള് പൈലറ്റാ, ഇളയാള് എന്നെ പോലൊരു സാധാരണക്കാരനാ. ഓ, വരും, നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. നോക്കി വെച്ചോ ശി, നാളെ നീ ഭരിക്കേണ്ട വീടാ. പോ അപ്പച്ചി. എന്താ അവിടെ ഒരു രഹസ്യം പറച്ചില്? ഓ, പൃഥ്വിയെ കാണില്ലെന്ന് പറയുമായിരുന്നു. ഓ അതാണോ? അവനിവിടെ ഉണ്ട്, ഇപ്പൊ വരും. ആ അതെ, ഇതല്ലേ പൃഥ്വി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി? അതെ, എന്റെ മോളാ. ഓ, അതെന്റെ മോനാ. നിങ്ങളെന്താ നിക്കുന്നേ? അവിടെ ഇരിക്കേ. അവരങ്ങനെ ഇരിക്കാറില്ല. അതെന്താ? അവരെല്ലാരും എന്റെ വീട്ടിലെ
വേലക്കാരാ. ഞാനിരിക്കുമ്പോ അവരെങ്ങനെ എന്റെ ഒപ്പം ഇരിക്കാറില്ല. അതിപ്പോ ആര് പറഞ്ഞാലും അവരിരിക്കില്ല. അതാ അവരുടെയൊക്കെ ഒരു രീതി. എന്തായാലും രമചേച്ചിയുടെ വീട്ടിലെ ജോലിക്കാര് പോലും ഭാഗ്യമുള്ളവരാ. ഒരു ഫംഗ്ഷന് പോകുമ്പോ പോലും അവരെ കൂടെ കൊണ്ടുപോകണമെന്നുള്ള നല്ല മനസ്സ് ചേച്ചിക്കുണ്ടല്ലോ. അന്തസ്സുള്ള തറവാട്ടുകാരൊക്കെ അങ്ങനെയാ അല്ലേ രമേ? അതെ. എനിക്ക് കുറച്ചധികം പണവും സൗകര്യമൊക്കെ ഉണ്ടായി. അത് അവർക്കില്ലാതായിപ്പോയി. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. അതിന്റെ പേരില് ഞാൻ ആരെ ഒരു വിലയും കുറിച്ച് കാണാറില്ല. അതാണ് ഞാൻ ഇവരെയൊക്കെ കൂടെ കൊണ്ടുവന്നത്. ഓ, സംശയം ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചോ. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അല്ലെങ്കിൽ രമചേച്ചിയെ കണ്ടാലേ അറിയാം നല്ല സംസ്കാരവും ആഭിജാത്യവും ഉള്ള തറവാട്ടിലെ ആളാണെന്ന്. ആ സ്വഭാവ ഗുണം എന്തായാലും പെരുമാറ്റത്തിലും ഉണ്ടാവുമല്ലോ. വസുമതി, രമേ പേര് വിളിച്ചാ മതി, ചേച്ചി എന്നൊന്നും വിളിക്കണ്ട. ഞങ്ങളൊരു ബഹുമാനത്തിന് അങ്ങനെ വിളിച്ചതാ. അതെ. കണ്ടാൽ അറിയാലോ, പ്രായം തീരെ കുറവല്ലേ. ഉം. ആ, രണ്ടാളും എന്താ വൈകിയേ? ഇവർക്കൊപ്പം നിങ്ങളെ കാണാഞ്ഞപ്പോ നിങ്ങളെന്നെ പറ്റിച്ചോന്ന് ഞാൻ കരുതി. സ്കൂളിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ വൈകിയത്. സാരല്ല, രണ്ടാളും വന്നല്ല, അത് മതി. ധ്വനിമോളവിടെ? ആ, അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവളെന്തിനാ നാത്തൂന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആർക്കറിയാം, നാശം. ആന്റി തന്നെ ഇവരാരാന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക.